ഹലോ, ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് വീട്ടിലെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ ബസുമതി റൈസ് കഴുകി ഊറ്റി വയ്ക്കണം. അരി വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളത്തിൽ ഉപ്പ് വിട്ട് നല്ലപോലെ വെള്ളം തിളച്ച് വരുമ്പോൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ നെയ്യോ ഓയിലോ ഒന്നും ഇട്ടിട്ടില്ല, വെറുതെ ഉപ്പും മാത്രം ഇട്ട വെള്ളമാണ് തിളപ്പിച്ചിട്ടുള്ളത്. അരി തിളച്ചൊരു 80% വെന്താൽ മതി, ഫുള്ളായിട്ട് വെന്ത് കിട്ടേണ്ട ആവശ്യമില്ല. അങ്ങനെ ആയിപ്പോയാൽ നമുക്ക് ലാസ്റ്റ് ഫ്രൈഡ് റൈസ് വെജിറ്റബിൾസുമായിട്ടൊക്കെ മിക്സ് ചെയ്യുന്ന ടൈമിൽ കുഴഞ്ഞു പോകും. ഈ ഒരു പരുവം മതി. ഇനി നമ്മളൊരു പാനിൽ ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ നമ്മൾ അതിനകത്തൊരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഒരു ബ്രൗൺ കളറായി വരുന്ന ടൈമിൽ നമ്മൾ ഇതിനകത്ത് വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് നമുക്ക് എന്തെല്ലാം ഇടാവോ അതൊക്കെ ഇടാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ ക്യാരറ്റ്, ക്യാപ്സിക്കവും ക്യാബേജും ആണുള്ളത്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ബീൻസ് അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ ഇടാം. അപ്പോൾ അത് ബീൻസ് ഒന്നും ഇവിടെ സീസൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ കിട്ടാൻ വേറെ വഴിയില്ല. അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് ഫ്രൈ പോലെ ആക്കിയെടുക്കണം. വേവുന്നതിലും ഇത് ഫ്രൈ ആയിട്ട് കിട്ടുന്ന പോലെ ആകണം. ഫ്ലെയിം കൂട്ടി തന്നെ വെക്കണം, കുറച്ച് വയ്ക്കരുത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ അരിക്ക് ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ ഈ വെജിറ്റബിൾസിന് വേണ്ടി മാത്രമുള്ള ഉപ്പ് മതി. അപ്പം ഇതിനകത്തോട്ട് നമുക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് നല്ല രീതിയിൽ മിക്സായി വരുമ്പോൾ നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ല രീതിയിൽ ഒരേപോലെ മിക്സായി വരണം, വെജിറ്റബിൾസും റൈസും എല്ലാം കൂടെ. നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയിലയിട്ട് ഗാർണിഷ് ചെയ്യാം. ഇനി നമുക്ക് സ്പ്രിംഗ് ഒണിയനൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇടാം. ഇവിടെ അത് കിട്ടാൻ വഴിയില്ല. ഇപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു 4-5 പേർക്ക് സൂപ്പറായിട്ട് കഴിക്കാനുള്ള ഫ്രൈഡ് റൈസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.